ചച്ചുവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പൊ അവനൊരാഗ്രഹം ബർത്ത്ഡേ ആയിട്ട് ബലൂൺസ് ഒക്കെ വെച്ച് ഒന്ന് അലങ്കരിക്കണം എന്ന്, അങ്ങനെ വെച്ച് കേക്ക് കട്ട് ചെയ്യണം എന്നൊരാഗ്രഹം. അങ്ങനെ എന്തായാലും നമ്മളിതാ ചേന്നമംഗലത്തുള്ളൊരു ഷോപ്പിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഷോപ്പിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ ഇവിടെ വന്നപ്പോൾ ദാ ഷോപ്പില് നമ്മുടെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ബലൂൺസ് ആയാലും ക്യാൻഡിൽസ് ആയാലും ഡെക്കറേഷൻ ഐറ്റംസ് ആയാലും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ബലൂൺസും ക്യാൻഡിൽസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ചേന്നമംഗലത്ത് തന്നെയുള്ള മോഡൽസിലേക്കാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് എഡു അവന് ഷൂ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ചെന്നപ്പോൾ എഡു ചോദിച്ചത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസാണ്. പക്ഷെ അവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയിട്ട് കണ്ടിഷ്ടപ്പെട്ടതിൽ വെച്ചിട്ട് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അങ്ങനെ ചച്ചു ഇട്ട് നോക്കുകയാണ് കേട്ടോ. അതിട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എഡു വേറെ ഒരെണ്ണം കൊണ്ടുവന്നു, അതും ഇട്ട് നോക്കുകയാണ് കേട്ടോ. അത് ആദ്യം കാലിൽ കയറുന്നുണ്ടായില്ല, പിന്നെ എഡു ഇടിച്ച് നോക്കുമായിരുന്നു. പക്ഷെ അത് ഇട്ടിട്ടും ആഹാ കൊള്ളാം അങ്ങനെ ഒരു ഫീലിങ്സ് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അടുത്ത ഷൂവും കൂടി ഇട്ട് നോക്കാൻ പോവാണ് കേട്ടോ ചച്ചു. ഈ ഷൂ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല ഫുൾ വൈറ്റ് ആണ്. വൈറ്റ് ഷൂ കൊള്ളാം, പക്ഷേ ചച്ചു അത് ഇട്ട് 2 ഓട്ട ഓടി തീർന്നു അതിന്റെ കളറൊക്കെ. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടും അവന്റെ കാലിലിട്ടിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ വൈറ്റ് കളർ ഷൂ സെലക്ട് ചെയ്തു കേട്ടോ. ഓൾറെഡി ഒരു വൈറ്റ് കളർ ഷൂ അവനുള്ളതാണ്. അപ്പോൾ ഇതും കൂടി ആയപ്പോൾ 2 എണ്ണമായി. അപ്പോൾ ഇനി അടുത്തത് നമ്മളൊരു ചെരുപ്പും കൂടി നോക്കാൻ പോവാണ്. അപ്പോൾ ചെരുപ്പ് കണ്ടപ്പോൾ അവന് ക്രോക്സ് മോഡൽ ചെരുപ്പാണ്. ഈ ഒരു ചെരുപ്പ് കണ്ടപ്പോൾ തുടങ്ങി അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ആർമിയുടെ കളറാണെന്നും പറഞ്ഞിട്ടാണ് അവൻ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അവനോട് ബ്ലാക്ക് ഒക്കെ എടുക്കാൻ പറഞ്ഞു. വേണ്ട, എനിക്ക് ഈ കളർ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചച്ചു ഈ ഗ്രീൻ കളർ ചെരുപ്പ് തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. അതിനിടയിൽ നമ്മുടെ തക്കടൂനും ചെരുപ്പ് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചച്ചുവിനും തക്കടൂനുള്ള ചെരുപ്പൊക്കെ വാങ്ങി ചച്ചുവിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചച്ചുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. ആ എക്സ്പ്രഷൻ കണ്ടോ? സന്തോഷം വരുമ്പോഴുള്ള ചച്ചുവിന്റെ എക്സ്പ്രഷൻ ആണ് കേട്ടോ കാണുന്നത്. ലാസ്റ്റ് എഡുവിന് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് ബേബി ഹഗ്ഗിലേക്കാണ് കേട്ടോ. ചച്ചുവിന് ഹോട്ട് വീൽസ് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. അപ്പോൾ അത് അന്വേഷിച്ച് പോയതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഹോട്ട് വീൽസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അതിൽ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയ കുഞ്ഞി കാറുകൾ കണ്ടിരുന്നു. ഹോട്ട് വീൽസ് അല്ലെങ്കിലും അവിടെ കണ്ട ആ കുഞ്ഞി കാറുകൾ അവന് നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഈ ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കയറിയതാണ് കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും ആർക്കെങ്കിലും ഒരാൾക്കാണ് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ആ വാങ്ങുന്ന സാധനത്തിന്റെ ഒരെണ്ണവും കൂടി നമ്മൾ എക്സ്ട്രാ വാങ്ങും. കാരണം രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹോട്ട് വീൽസിന്റെ കാറുകളില്ലേ, അത് UK വെച്ചിട്ട് UK ഹോട്ട് വീൽസിന്റെ കാറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഒറിജിനൽ അല്ല എന്നാണ് എഡു പറയുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഹോട്ട് വീൽസ് കാറും ഒറിജിനൽ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ കണ്ട ഹോട്ട് വീൽസിന്റെ കാറുകളൊന്നും ഒറിജിനൽ അല്ലായിരുന്നു. നേരത്തെ നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ കയറിയ കടയിലും നമ്മൾ ഇതുപോലെ ഹോട്ട് വീൽസിന്റെ ഒരു കളക്ഷൻ കണ്ടായിരുന്നു. പക്ഷെ അത് ഒറിജിനൽ അല്ലായിരുന്നു. അതുകൊണ്ടാട്ടോ കൂടുതലും അങ്ങനെ പറഞ്ഞത്. അറ്റ് ലാസ്റ്റ് ചച്ചുവിനും തക്കടൂനും വേണ്ടി നമ്മൾ 2 കാറുകൾ സെലക്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഈ 2 കാറുകളാണെന്ന് പറഞ്ഞ് ചച്ചു കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പറവൂരുള്ള പിട്ടാപ്പള്ളി ഏജൻസീസിലേക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് നമുക്കൊരു ഫാൻ വാങ്ങാനുണ്ടായിരുന്നു. ഫാനിന്റെ റേറ്റ് ചോദിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ കൂളറിന്റെ റേറ്റും ചോദിച്ചായിരുന്നു. കൂളർ വാങ്ങാനുള്ള ഐഡിയ ഒന്നുമില്ല, എന്നാലും റേറ്റ് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോംപ്ടന്റെ ഫാനാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ക്യാഷ് ഒക്കെ കൊടുത്ത് അവർക്ക് ചില അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു. അങ്ങനെ കൊടുത്ത് നമ്മൾ ക്രോംപ്ടന്റെ ഫാനും വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ചച്ചുവിന്റെ ബർത്ത്ഡേക്കുള്ള ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഈവനിങ് ടൈമിലാണ്. കാരണം നമ്മളുടെ ചച്ചുവിന്റെ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് സ്പെഷ്യൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ഡെക്കറേഷൻ കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്തിട്ട് വേണം നമുക്കൊരു സ്ഥലം വരെ പോകാൻ. അപ്പോൾ ഇത്തവണ ചച്ചുവിന്റെ ബർത്ത്ഡേക്ക് എഡു മെൽസേക്ക് ഉണ്ടാവുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഭാഗ്യത്തിന് അവരുണ്ടായിരുന്നു ഇപ്രാവശ്യം. നമ്മൾ വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ബർത്ത്ഡേസ് ഒരു കേക്ക് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു പായസം ഉണ്ടാക്കി അങ്ങനെ ഫുഡൊക്കെ വെച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിൽ ചെന്നപാടെ ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഡെക്കറേഷൻ പരിപാടികളിലേക്ക് നീങ്ങിട്ടോ. അപ്പോൾ റെഡും യെല്ലോവും കോമ്പിനേഷനിലുള്ള ബലൂൺസ് ആണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അതെല്ലാം വീർപ്പിച്ച് സെറ്റ് ആക്കിട്ടോ. അപ്പോൾ എഡുവാണ് ഡെക്കറേഷൻ പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്ന് അടുക്കുന്ന വെച്ചിട്ടുണ്ട്. അങ്ങനെ എഡു എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കണ്ട് ചച്ചു ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് എഡു മെൽസയാണ് കേട്ടോ കുക്ക് ചെയ്തത്. അപ്പോൾ എഡുവിന്റെ സ്പെഷ്യല് നല്ല കുട്ടനാടൻ താറാവ് കറി, എൽസയുടെ സ്പെഷ്യല് നല്ല ചെട്ടിനാട് ചിക്കൻ കറി, പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ നമ്മൾ തലേദിവസം രാത്രി തന്നെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ C4 കേക്ക്സ് ആണ് നമ്മുടെ ചച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് കേക്ക് ചെയ്തു തന്നത്.
ചച്ചു ഭയങ്കര ഒരു കാർ ലവർ ആയതുകൊണ്ട് തന്നെ BMW എംബ്ലം ഉള്ള കേക്കാണ് അവൻ പറഞ്ഞിരുന്നത്. അപ്പോൾ C4 കേക്ക് അത്ര അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ചച്ചുവിന് 9 വയസ്സാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. March 15 ആയിരുന്നു ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ ബർത്ത്ഡേ ബോയിനെ വെച്ചിട്ട് പിന്നെ തക്കുടൂനെയൊക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും പ്രാർത്ഥന മസ്റ്റാണ് നമുക്ക്. വീട്ടിലങ്ങനെയാണ് കേട്ടോ. എല്ലാവരുടെയും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ എന്തായാലും പ്രാർത്ഥന ചൊല്ലിയിട്ടേ നമ്മൾ മുറിക്കാറുള്ളൂ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു, ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് കെ സിനിമാസിലേക്കാണ് കേട്ടോ. അപ്പോൾ എഡു മെൽസയൊക്കെ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇന്നാണ് കേട്ടോ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും ചാച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്കൊരു ഫിലിം കണ്ടിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഫിലിമിനാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എല്ലാവരും കൂടി ഒരു ഫിലിമിന് വരുന്നത്. ഫിലിം തുടങ്ങാറായി, നമ്മളിതാ എല്ലാവരും കൂടി അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തിയേറ്ററിൻ്റെ അകത്തൊക്കെ കയറി എല്ലാവരും ഇരുന്ന് സെറ്റായി. അങ്ങനെ അപ്പോഴേക്കും പടമൊക്കെ തുടങ്ങി. നമ്മൾ കണ്ടിരുന്നതേ ഓർമ്മയുള്ളൂ, അപ്പോഴേക്കും ഇൻട്രോലായി. അങ്ങനെ നമ്മൾ പോപ്കോണും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കണ്ടു. നല്ല അടിപൊളി ഫിലിമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.